തമിഴ്നാട്ടിൽ നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ്. NDA വിട്ടുപോയ, അതായത് NDA സഖ്യം വിട്ടുപോയ AIADMK, ജയലളിതയുടെ പാർട്ടി, ഈ AIADMK ഇപ്പോൾ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി NDAയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഉടനെ തന്നെ അവർ NDAയിലേക്ക് തിരിച്ചു ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷായുമായി 2 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ചയാണ് AIADMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പളനിസ്വാമി നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ 10 മിനിറ്റ് അമിത്ഷായുമായി തനിച്ച് സംസാരിക്കാനും പളനിസ്വാമിക്ക് അവസരം ലഭിച്ചു എന്നും അറിയാനായി സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവർ സംസാരിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും തമിഴ്നാട്ടിലെ BJP അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചത്. അണ്ണാമലൈ എന്ന് പറയുന്ന വളരെ കർക്കശക്കാരനായിട്ടുള്ള BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അണ്ണാമലൈ പറയുന്നത് പോലെയാണ് ഇതുവരെ കേന്ദ്ര നേതൃത്വം കേട്ടുകൊണ്ടിരുന്നത്. AIADMKയുമായി സഖ്യം വേണ്ട എന്ന് അണ്ണാമലൈ പറഞ്ഞതിനെ തുടർന്നാണ് AIADMKയുമായി സഖ്യം അവിടെ അവസാനിപ്പിച്ചത്. കേന്ദ്ര നേതൃത്വം അത് സമ്മതിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാരണം BJPക്ക് AIADMKയുമായി സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും AIADMK BJPക്ക് സീറ്റ് വിഭജിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ആരുടെയും സാഹചര്യവും സഹായവും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാം, അതിനുള്ള കഴിവും കരുത്തും BJPക്കുണ്ട് എന്ന് അണ്ണാമലൈ കേന്ദ്ര നേതൃത്വത്തെ പറഞ്ഞ് ബോധിപ്പിച്ചു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. കാരണം 18% വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA അവിടെ നിന്നും കരസ്ഥമാക്കിയത് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാനായി സാധിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും തിരിച്ച് AIADMK തിരിച്ചു വരാൻ, NDAയിലേക്ക് തിരിച്ചു വരാൻ പോകുമ്പോൾ അണ്ണാമലയെ എങ്ങനെയെങ്കിലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് അപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ AIADMK അമിത്ഷായോട്. കാരണം അണ്ണാമലയെ താങ്ങാൻ കഴിയുന്നില്ല, അണ്ണാമലയെ സഹിക്കാൻ കഴിയുന്നില്ല. അത്ര കർക്കശക്കാരനാണ് അണ്ണാമലൈ. അണ്ണാമലയുടെ പല റൂൾസും വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമാകുമ്പോൾ ചെറിയ അയവൊക്കെ വേണം. അണ്ണാമലൈ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ ദയവായി കേന്ദ്ര നേതൃത്വത്തിലേക്ക്, ഒരു കേന്ദ്രമന്ത്രിയായിട്ടെങ്കിലും അണ്ണാമലയെ മാറ്റിയെടുത്ത് അങ്ങോട്ടേക്ക് കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് AIADMK ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പളനിസ്വാമിയുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം അമിത്ഷാ അംഗീകരിച്ചില്ല. അമിത്ഷാ പറയുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് സംസ്ഥാന BJPയിൽ നിന്ന് അദ്ദേഹത്തെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമില്ലായ്മ ഉണ്ടാകുന്നത് BJPക്കാണ്. കാരണം ഇപ്പോൾ സംസ്ഥാന BJP വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു അധ്യക്ഷൻ്റെ കരുത്തും കഴിവും കൊണ്ട് മാത്രമാണ്. അണ്ണാമലൈ അവിടെ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ BJP വീണ്ടും ഒരു ഉഴപ്പൻ മട്ടിലേക്ക് അവിടെ മാറും. പോരാത്തതിന് അണ്ണാമലൈ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ BJPക്ക് നിങ്ങളുടെ കൂടെ സഖ്യം ചേർന്ന് നിന്നിട്ട് പിന്നെ ഒരു ഗുണവുമില്ല എന്ന രീതിയിലും അമിത്ഷാ സംസാരിച്ചു. ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷനായി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക, ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ എടുക്കാൻ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക, ആ കോർഡിനേഷൻ കമ്മിറ്റിക്ക് പല നിലപാടുകളും ചർച്ചയ്ക്ക് വിടുക, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ഒരു ദിവസത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി തിരിച്ച് AIADMK സഖ്യത്തിൽ NDA സഖ്യത്തിൽ ചേരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പക്ഷത്തേക്ക് പാർട്ടി തിരിച്ചു വരും എന്ന അഭ്യൂഹങ്ങൾ ഇനി അഭ്യൂഹങ്ങളല്ല, അത് സത്യമായി മാറിയിരിക്കുന്നു. പളനിസ്വാമി ചൊവ്വാഴ്ച ഡൽഹിയിലേക്ക് പറഞ്ഞത് ഉറപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇപ്പോഴും നിലനിൽക്കുന്നു. സാഹചര്യത്തിലും അവസരത്തിലും അനുസരിച്ച് സഖ്യം മാറും. എല്ലാ സഖ്യകക്ഷികളും എന്നേക്കുമായി DMKയിൽ തുടരുമോ? അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്ത മാർച്ചിൽ മാത്രമാണ്. ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് ഒരു വർഷമുണ്ട് എന്നാണ് കൃത്യമായി പളനിസ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ത്രിഭാഷാ നയമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഈ ത്രിഭാഷാ നയത്തിൽ BJPക്ക് ഒരു സ്റ്റാൻഡുണ്ട്, AIADMKക്ക് ഒരു സ്റ്റാൻഡുണ്ട്, DMKക്ക് ദ്രാവിഡ തമിഴിൻ്റെ സ്റ്റാൻഡാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പോകണം, ഇതെല്ലാം ഒരുമിച്ച് കൗണ്ടർ ചെയ്യണം. AIADMKയും BJPയും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ഈ സഖ്യത്തെ ഒന്നിച്ച് ചേർക്കാനായി അമിത്ഷാ ഇപ്പോൾ ചരട് വലിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അമിത്ഷാ തമിഴ്നാട്ടിൻ്റെ BJPയുടെ കടിഞ്ഞാൻ സ്വന്തം കരങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.